നിയമപരമായി വൈപ്പിൻകരയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകൾക്ക് നഗരപ്രവേശനം കൊടുക്കാതെ പുതിയ പെർമിറ്റ് കൊടുത്ത് അതിന് നഗരപ്രവേശനം കൊടുക്കുന്ന രീതിയാണ് നടന്നുവരുന്നത്. നിലവിലുള്ള ബസ്സുകളിലെ നഷ്ടത്തിലാക്കുന്ന വിധമാണ് ഈ നിയമം. കൂടാതെ ഇടവനക്കാട്, കുഴുപ്പുള്ളി, പള്ളിപ്പുറം പഞ്ചായത്തുകളിലെ യാത്രക്കാർക്ക് കയറി ഇറങ്ങി പോകേണ്ട അവസ്ഥയാണ് ഇപ്പോഴും നിലവിലുള്ളത്. നഗരപ്രവേശനത്തിൽ വൈപ്പിൻകരയിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് സമരം ചെയ്തിട്ടും 3 പഞ്ചായത്തുകളിലെ ജനങ്ങളെ അവഗണിക്കുന്ന രീതിയാണ് നടത്തുന്നത്. അത് നമ്മൾ സർവാത്മാ അതിനോട് സഹകരിച്ചുകൊണ്ട് എല്ലാ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അത് ഞങ്ങളുടെ സർവനാശത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കാരണം നമുക്ക് തന്ന വാഗ്ദാനങ്ങളൊന്നും തന്നെ ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ ഇതുവരെ പാലിച്ചിട്ടില്ല. ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ട പ്രധാന കാര്യം ഞങ്ങളുടെ ബസ്സുകൾ നഗരത്തിൻ്റെ ഇതര ഭാഗങ്ങളിലേക്ക് പരിഗണിക്കണം എന്നതായിരുന്നു. രണ്ടാമത്, ഇവിടുത്തെ പെർമിറ്റുകൾ സാധാരണ നോട്ടിഫൈഡ് ഏരിയയിൽ പക്കാ പെർമിറ്റ് പിന്നെ കിട്ടില്ല, ഫോർം എന്തേ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പക്കാ പെർമിറ്റ് തരണം മുതലായ കുറേ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അതെല്ലാം പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളും നമ്മളോട് ഉറപ്പ് തന്നത്. കാരണം ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഇതിനകത്ത് ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു. കാരണം പണം മുടക്കുള്ളത് നമ്മൾക്കാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലാഭനഷ്ടങ്ങളും ബാധിക്കുന്നത് ഞങ്ങളെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ 13-ാം തീയതി ഒരു ബോർഡുണ്ടായിരുന്നു, ആക്റ്റീവ് ബോർഡ്. അതിൽ 7 പെർമിറ്റുകളും ഫ്രഷും 2 പെർമിറ്റ് വേരിയേഷനുമായി 8 എണ്ണം പാലാരിവട്ടത്തേക്കും വൈറ്റിലേക്കും 1 പെർമിറ്റ് കാക്കനാടിനുമായി ആണ് ബോർഡിൽ വന്നിരിക്കുന്നത്. ഞങ്ങളെ പരിഗണിക്കുന്ന വിഷയമേ ആ കൂട്ടത്തിലില്ല. ഞങ്ങളോട് പോകാൻ താല്പര്യമുള്ള ബസ്സുകൾ ചോദിച്ചപ്പോൾ ഞങ്ങളൊരു 72 ബസ്സുകളുടെ ടൈം ഇവർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് നാറ്റ്പാക്കിനും ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളും. എന്നാൽ ഇന്ന് ഞങ്ങൾ അതെല്ലാം മാറ്റിയിട്ട് ഞങ്ങളെ സർവനാശത്തിൻ്റെ വക്കിലേക്ക് ആണ് ഇന്നത്തെ ഈ നിലപാട് എത്തിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾക്ക് താങ്ങാവുന്നതല്ല. അതിന് ബന്ധപ്പെട്ട അധികാരികൾ ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ മതിയായ മാറ്റങ്ങൾ വരുത്തണം എന്നാണ് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുന്നത്. അതേപോലെ വന്നാൽ മാത്രമേ ഫ്രഷ് പെർമിറ്റ് കൊടുക്കാവൂ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അസോസിയേഷൻ ലെവലിലും വൈപ്പിൻകരയിൽ സർവീസ് നടത്തുന്ന മുഴുവൻ ബസ്സുകളും ഒബ്ജക്ഷൻ റൈസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് അവർ വിളിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് ഇവിടെ നിന്ന് ആളുകൾ ചെല്ലുന്നതിനേക്കാൾ നല്ലതാണ് അവിടെ നിന്ന് ആ ഉദ്യോഗസ്ഥർ മാത്രം ഇവിടെ വന്നാലെന്ന് പറഞ്ഞതുകൊണ്ട് അവരൊരു ദിവസം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ നമ്മളെയൊക്കെ വിളിച്ചു. നമ്മൾക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടു. അപ്പോൾ നമ്മൾ പറഞ്ഞത് 25 കിലോമീറ്റർ ഓവർലാപ്പിംഗ് അത് ഞങ്ങൾക്ക് എറണാകുളത്തേക്ക് പോകാൻ ഇതര ഭാഗങ്ങളിലേക്ക് പോകാൻ തടസ്സമാണ്. പിന്നെ ഞങ്ങളുടെ കുറേ പരാധീനതകളും എല്ലാം ഞങ്ങൾ അവരോട് പറഞ്ഞു തന്നു. പക്ഷേ ഇത് കഴിഞ്ഞ് ഫൈനൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഒരു വരി പോലും മാറ്റാതെ ആ പ്രിലിമിനറി നോട്ടിഫിക്കേഷൻ അങ്ങനെ തന്നെ ആണ് വന്നത്. കുറേ KSRTCയുടെ കയ്യിലേക്ക് ഈ റൂട്ട് എത്തിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഇതിനും അവർ തയ്യാറായിരിക്കില്ല. പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കേസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഇത് മാറ്റിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഓവർലാപ്പിംഗ് മാറ്റിത്തരണം, ഞങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിയമപരമായിട്ട് അത്രയൊക്കെയല്ലേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും നമ്മുടെ സ്ഥലം MLA ഉൾപ്പെടെ പലരെയും നേരിൽ കണ്ട് നമ്മുടെ ആശങ്കകൾ ഓരോ സമയത്തും അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൈനോറിറ്റിയാണ്. ഇവിടുത്തെ മഹാഭൂരിപക്ഷം തന്നെ ജനങ്ങളുടെ പ്രശ്നത്തിൽ ഒരു മൈനോറിറ്റി നിന്നിട്ട് ഒരു ബസ് നിർത്തിയിട്ടുള്ള ഒരു സമരമോ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചോ, ഞങ്ങൾ ജനങ്ങളെ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളൊരു ബസ് നിർത്തി വെച്ചൊരു സമരം പറഞ്ഞിട്ട് പോലും ഞങ്ങൾ അതിനോട് നമ്മുടെ യോഗങ്ങളിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.